എന്ത് ചെയ്തിട്ടും വെയിറ്റ് കുറയാത്തവർക്കും എനർജറ്റിക് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവരുടെ വെയിറ്റ് ലോസ് പ്രോസസ് സ്പീഡാക്കാനും എനർജി ലെവൽ കൂട്ടാനും പറ്റുന്ന ഒരു സൂപ്പർ ഫുഡ് നമുക്ക് അടുക്കളയിൽ തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബീൻസ് ആണ്. ഒരു 4-5 ബീൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. 2 ചെറിയ ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലെല്ലാം ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. 3-4 പയർ കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അടുത്തത് ഒരു പകുതി കുക്കുംബർ തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് നുറുക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു കാര്യം വിട്ടുപോയി, ഒരു തക്കാളി കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ നെയ്യിൽ ഇതൊന്ന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം അത് തുറന്നിട്ട് നമുക്കിതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റോളം വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട റാഗി ഒന്ന് കലക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. അത് കലക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. നന്നായി കലക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റാഗി വെന്ത് കിട്ടുന്നതിന് കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമാണ്. നമ്മൾ ഈ പച്ചക്കറിയിലാണെങ്കിൽ വെള്ളം എല്ലാം വറ്റുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കലക്കി വെച്ചിട്ടുള്ള റാഗി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം റാഗി നമുക്ക് കുറുക്കിയെടുക്കാൻ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് റാഗി ഒന്ന് കുറുകി വരും. ഇനി ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടി കുറച്ച് കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് വിതറി കൊടുക്കാം. ആവശ്യത്തിന് പ്രോട്ടീനും വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ സൂപ്പ് ഒരു ബാലൻസ്ഡ് മീൽ തന്നെയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒപ്പം വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള റാഗി ചിക്കൻ സൂപ്പ് ഇപ്പോൾ ഇവിടെ റെഡിയായി. സൂപ്പ് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരു മുട്ട പുഴുങ്ങിയത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. താങ്ക്